സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു ഷെറിൻ എന്ന് പറയുന്ന ഒരു കൊലപാതകയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവർ അവിടെ കോളേജിൽ തന്നെ ബ്യൂട്ടി ക്യൂനായിട്ടൊക്കെ പല മത്സരങ്ങളിലൊക്കെ വിജയിച്ചിട്ടുള്ള ഒരാളാണ്. അവർ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം തൻ്റെ അവിഹിത ബന്ധങ്ങളൊക്കെ ഭർത്താവിൻ്റെ ഫാദർ, അതായത് പിതാവ് കണ്ടുപിടിച്ചു എന്നുള്ളൊരു കുറ്റത്തിലാണ് കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്തിയത് അങ്ങേയറ്റം ക്രൂരമായിട്ടാണ്. പക്ഷേ നേരത്തെ നടന്ന കേസായതുകൊണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഈ പറയുന്ന ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ ജയിലിൽ നിന്ന് അവരെ വിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. ഈ വാർത്ത പറയുന്നതിന് മുമ്പ് ഇവർക്ക് ഏതാണ്ട് 7 മാസം കൊണ്ട് തന്നെ ഇവർ ട്രയൽ നടത്തുകയും വിധി പ്രഖ്യാപിക്കുകയും അങ്ങനെ 3 ജീവപര്യന്തം തടവിന് വിധിക്കപ്പെടുകയും ചെയ്തൊരു പെൺകുട്ടിയാണ് ഷെറിൻ എന്ന് പറയുന്നത്. പക്ഷേ ഷെറിൻ ഇപ്പോൾ നല്ല നടപ്പാണ് ഈ ജയിലുകളിൽ എന്നുള്ളത് കണ്ടുകൊണ്ട് ജയിൽ ഉപദേശക സമിതി ശിക്ഷാ ഇളവ് കൊടുക്കുകയും അങ്ങനെ ഷെറിനെ പുറത്തേക്ക് വിടാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ഷെറിൻ കഴിഞ്ഞ ഏറ്റവും ആദ്യത്തെ 6 കൊല്ലം തന്നെ ജയിലിൽ താമസിക്കുമ്പോൾ തന്നെ 445 ദിവസം പരോള് കിട്ടിയിരുന്നു. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ മന്ത്രിസഭക്കുമൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കുമൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെയുള്ളവർക്കാണല്ലോ ഇത്രയും പരോള് കിട്ടുക. കൊടി സുനിക്കും കിർമാണി മനോജിനും ട്രൗസർ മനോജിനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള പരോളുകൾ കിട്ടിക്കൊണ്ടത്. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 കൊല്ലം പുറത്തായിരുന്നു അവർ. ഈ 1.5 കൊല്ലം അങ്ങനെ പുറത്താണെങ്കിൽ ആ പരോള് പോകുന്ന കാലാവധി കൂടി ശിക്ഷയിൽ കൂടുതൽ അനുഭവിക്കണമെന്ന് നിയമമുണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ കോടതി നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ ഏതാണ്ട് 14 കൊല്ലം കൃത്യമായി പൂർത്തിയായി എന്നറിയുമ്പോൾ തന്നെ ഷെറിന് ജാമ്യം കൊടുക്കാൻ അല്ലെങ്കിൽ ഷെറിനെ പുറത്തേക്ക് വിടാനുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ഷെറിൻ പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും. അതിന് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനമെടുത്തിരിക്കുന്നു. മറ്റു പല പ്രതികളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ കൊല്ലം ജയിലിൽ കിടന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പരിഗണിച്ചില്ല. പകരം ഈ പറയുന്ന ഗവർണറുടെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഗവർണറുടെ ഉത്തരവ് കൂടി കിട്ടിയാൽ ഷെറിന് പുറത്തേക്ക് ഇറങ്ങാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഷെറിൻ വളരെ വേണ്ടപ്പെട്ടയാളായിരുന്നു. ജയിലിൽ തന്നെ സുഖജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ജയിൽ മേധാവിയും അതുപോലത്തെ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ ഷെറിന് വെയിൽ കൊള്ളാതിരിക്കാൻ കുട ചൂടി കൊടുക്കുന്ന പല ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ നമ്മളോട് പറയുന്നത് ഷെറിൻ വെയിൽ കൊണ്ടാൽ ഇവർക്ക് കൂടി സങ്കടമാകും എന്നുള്ളതാണ്. അതങ്ങനെ പോട്ടെ. ഇനി രണ്ടാമതൊരു കാര്യം, ഷെറിൻ പരോള് കിട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ചും LDFിലെ ഒരു ഘടകകക്ഷിയുടെ ഉന്നത നേതാവിൻ്റെ കാറ് കൊണ്ടുവന്നതാണ് ഇവരെ വിളിച്ചു കൊണ്ടുപോയതെന്നാണ് ജനം TVയുടെ എഡിറ്ററായിട്ടുള്ള അനിൽ നമ്പ്യാർ നമ്മളോട് പറയുന്നത്. പക്ഷെ അതാരാണ് എന്നുള്ളത് അനിൽ നമ്പ്യാർ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് തന്നെ ചില സ്ത്രീകളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ഇടി കിട്ടിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഘടകകക്ഷി നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്ത്രീ വിഷയത്തിൽ വളരെ തൽപരനായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആളാരാണെന്ന് നമ്മൾ ഊഹിച്ചൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൂടിയായിരിക്കും ഈ ഷെറിൻ ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഷെറിനെ കാത്തിരിക്കുന്നത് വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് കേരളത്തിലും ഇന്ത്യയൊക്കെ ക്രിമിനൽ വൽക്കരണം കൂടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് ചിന്തിക്കാനുള്ളൂ. ഈ ഷെറിൻ വളരെ അതിക്രൂരമായിട്ടാണ് സ്വന്തം ഭർത്താവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയത്. പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം സൗന്ദര്യമുള്ളതുകൊണ്ടും കാണാൻ നമ്മുടെ സോക്കോൾഡ് സൗന്ദര്യമുള്ള ഒരാളായതുകൊണ്ടും നമ്മുടെ പല മന്ത്രിസഭക്കും നമ്മുടെ രാഷ്ട്രീയക്കാർക്കുമൊക്കെ വലിയ താല്പര്യം വന്നിരിക്കുന്നു ഷെറിനെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കണമെന്ന്. അപ്പോൾ ഷെറിൻ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇനി ഗവർണർ എന്തെങ്കിലും ഉടക്കിടുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഗവർണറും കൂടി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഷെറിൻ പുറത്തേക്ക് ഇറങ്ങും, കുറേ കൂടി സുഖകരമായ ഒരു ജീവിതം നയിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സോളാറിലെ ഒരു ഈ പറയുന്ന പ്രതിയായിട്ടുള്ള ഒരു വനിതയ്ക്ക് സംഭവിച്ചതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയുള്ള ഒരു ജീവിതമാണ് ഇനി ഷെറിനെയും കാത്തിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.